ഫ്രണ്ട്സ്, വെൽക്കം ടു DI സൊല്യൂഷൻസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോഹോ ഇൻവെന്ററിയുടെ ഒരു ഫീച്ചറായ സ്റ്റോക്ക് കൗണ്ടിംഗ് എന്നുള്ള ഒരു ഓപ്ഷനെ കുറിച്ചാണ്. സോഹോ ഇൻവെന്ററി ഫീച്ചർ നമുക്ക് ലഭിക്കണമെങ്കിൽ, സ്റ്റോക്ക് കൗണ്ടിംഗ് എന്ന ഫീച്ചർ ലഭിക്കണമെന്നുണ്ടെങ്കിൽ പ്രീമിയം പ്ലാൻ തൊട്ട് പർച്ചേസ് ചെയ്താലാണ് സോഹോ ഇൻവെന്ററി നമുക്ക് ഈ ഫീച്ചർ ലഭിക്കുന്നത്. ആൻഡ് ദെൻ നമ്മൾ ബുക്കുമായിട്ട് ഇൻറ്റഗ്രേറ്റ് ഉണ്ടെങ്കിൽ സോഹോ ഇൻവെന്ററിയുടെ ഫീച്ചർ നമുക്ക് ബുക്സിലും അവൈലബിൾ ആയിരിക്കും. ഓക്കെ, ആൻഡ് ദെൻ സ്റ്റോക്ക് കൗണ്ടിങ്ങിൻ്റെ ബെനിഫിറ്റ്സ് എന്താണെന്ന് വെച്ചാൽ, നമുക്കിപ്പോൾ ഇൻവെന്ററി അഡ്ജസ്റ്റ്മെന്റ് ചെയ്യണം. ഇൻവെന്ററി അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുന്നത് നമുക്ക് ഈച്ച് ഓഫ് ഐറ്റംസിലായിരിക്കും നമ്മൾ ഇൻവെന്ററി അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുന്നത്. അത് കുറച്ചും കൂടെ ടഫസ്റ്റ് വേ ആണ്. ആൻഡ് എല്ലാ ഐറ്റംസും നമുക്കിപ്പം സ്കാൻ ചെയ്തിട്ട് ഐറ്റം ഇൻവെന്ററി ചെയ്യണം എന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പം ഇൻവെന്ററി അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ, നമ്മുടെ ബൾക്കായിട്ട് ഐറ്റംസിനെ എക്സ്പോർട്ട് ചെയ്തതിന് ശേഷം അതിന് റീവാല്യൂ ചെയ്തിട്ട് ക്വാണ്ടിറ്റി ആഡ് ചെയ്യുകയോ അല്ലെങ്കിൽ കുറയ്ക്കുകയോ ചെയ്തതിന് ശേഷം ആൻഡ് ദെൻ റീഇമ്പോർട്ട് ചെയ്യുക എന്നൊരു ഓപ്ഷനാണ് നമുക്ക് സോഹോ ഇൻവെന്ററിയിലുള്ളത്. സ്റ്റോക്ക് കൗണ്ടിംഗ് എന്ന് പറയുന്ന ഓപ്ഷൻ വഴിയാണ് നമ്മൾ ഇൻവെന്ററി അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ബൾക്ക് ഐറ്റംസിനെ നമുക്ക് സ്റ്റോക്ക് ഇൻവെന്ററിയിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും. അത് ഈസിയസ്റ്റ് വേ ആണ്. ആ ഈസിയസ്റ്റ് വേയിൽ നമുക്ക് ഈവൻ ഐറ്റംസിനെ സ്കാൻ ചെയ്തെടുക്കണം. ഐറ്റംസിൻ്റെ ബാർകോഡ് വഴി നമ്മൾ സ്കാൻ ചെയ്തിട്ട് ഐറ്റംസിൻ്റെ പേര് ലിസ്റ്റ് ചെയ്യുകയും ചെയ്യും. അപ്പം ഇങ്ങനത്തെ കുറച്ച് ബെനിഫിറ്റ്സ് ആണ് സ്റ്റോക്ക് കൗണ്ടിംഗ് വഴി ഇൻവെന്ററി അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുന്നതിനുള്ള നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ആ പ്രോസസ്സിങ് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അതിനായി ഇൻവെന്ററി മൊഡ്യൂളിൽ ക്ലിക്ക് ചെയ്യുക. സ്റ്റോക്ക് കൗണ്ടിംഗ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് റൈറ്റ് സൈഡിൽ ന്യൂ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഫസ്റ്റ് നമ്മൾ കോൺഫിഗറേഷൻ ആണ് ചെയ്യുന്നത്. സ്റ്റോക്ക് കൗണ്ടിംഗ് എന്ന് പറയുന്ന ഈ പ്രോസസ്സ് നമ്മൾ ചെയ്യുന്നതിന് മുമ്പ് സോഹോ ഇൻവെന്ററിയുടെ ഫീച്ചർ നമ്മൾ മൊബൈലിൽ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. സോഹോ ഇൻവെന്ററി ആപ്ലിക്കേഷൻസ് മൊബൈലിൽ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. നമ്മൾ പകുതി വർക്ക്സ് വെബിലും ആൻഡ് സെമി വർക്ക് നമ്മൾ ചെയ്യുന്നത് മൊബൈൽ ആപ്ലിക്കേഷനിലുമായിരിക്കും. കൗണ്ടിങ് പ്രോസസ്സ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് പ്രോസസ്സ് നമ്മൾ വെബിലായിരിക്കും ചെയ്യുന്നത്. ആ പ്രോസസ്സ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് ഫസ്റ്റ് നമ്മൾ കോൺഫിഗർ ചെയ്യണം. കോൺഫിഗർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്റ്റോക്ക് കൗണ്ടിങ്ങിൻ്റെ നമ്പർ കൊടുക്കണം. അത് ഓട്ടോ ജനറേറ്റ് ചെയ്ത് വരുന്ന നമ്പറാണ്. നമുക്ക് മാനുവലി എഡിറ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല, ഓട്ടോ ജനറേറ്റഡ് ആയിരിക്കും ഇത്. ദെൻ വെയർ ഹൗസ്, ഏത് വെയർ ഹൗസിൽ സ്റ്റോക്ക് കൗണ്ടിങ് ആണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ വെയർ ഹൗസ് നമ്മൾ പിക്ക് ചെയ്യുക. ആൻഡ് ദെൻ അസൈൻ ടു എന്ന് പറയുന്നത് യൂസേഴ്സ് ലിസ്റ്റ് ആണ് ഇവിടെ വരുന്നത്. ഇതിൽ ഏത് യൂസറിനാണ് നമ്മൾ ഈ ഒരു ഡ്യൂട്ടി അസൈൻ ചെയ്ത് കൊടുക്കുന്നത്. ഈവൻ സ്റ്റോക്ക് കീപ്പർക്കാണ് ഈ ഡ്യൂട്ടി കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ സ്റ്റോക്ക് കീപ്പറിനെ ഫസ്റ്റ് യൂസേഴ്സ് ആൻഡ് റോളിൽ നമ്മൾ റോള് പെർമിറ്റ് ചെയ്തിട്ട് നമ്മൾ യൂസറായിട്ട് ആഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ആ യൂസറിനെ നമുക്ക് ഇവിടെ വന്നിട്ട് പിക്ക് ചെയ്യാം. ആൻഡ് ദെൻ ഷെഡ്യൂൾഡ് കൗണ്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഈ ഷെഡ്യൂൾ കൗണ്ട് എന്ന് പറയുന്നത് മീൻസ് ഓഫ് റെക്കറിംഗ് പോസ്റ്റിംഗ് ആണ്. അതായത് ഈ ഒരു പ്രോസസ്സ് ചെയ്യുന്നതിന് നമുക്ക് ഡെയിലി ആകാം, അല്ലെങ്കിൽ മന്ത്ലി, ഇയർലി ആയിട്ടാണ് നമ്മൾ സ്റ്റോക്ക് കൗണ്ടിങ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് റെക്കറിംഗ് ആയിട്ട് നമുക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റും. ഈവൻ നമ്മൾ ഡെയിലി ചെയ്യുന്ന പ്രോസസ്സ് ആണെങ്കിൽ ഷോപ്പ് ഓഫിൻ്റെ ടൈമിലാണ് നമ്മൾ ചെയ്യുന്നത്. ആ ടൈമിൽ നമുക്ക് ടൈം സെറ്റ് ചെയ്തിട്ടും ഡേ സെറ്റ് ചെയ്തിട്ടും നമ്മൾ കസ്റ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ടൈം സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. ടൈമും ഡേയും സെറ്റ് ചെയ്തുകൊണ്ട് നമുക്കത് റെക്കറിംഗ് ആയിട്ട് പോസ്റ്റ് ചെയ്താൽ ആ മൊമെന്റിൽ തന്നെ ഈ യൂസറുടെ മൊബൈൽ ആപ്ലിക്കേഷനിലേക്ക് ഒരു നോട്ടിഫിക്കേഷൻ പോകുന്നതായിരിക്കും. ആ നോട്ടിഫിക്കേഷൻ വഴി നമുക്ക് ഇവിടെ നമ്മൾ ലിസ്റ്റ് ചെയ്യും ഏതൊക്കെ ഐറ്റംസ് ആണ് സ്റ്റോക്ക് കൗണ്ട് ചെയ്യേണ്ടതെന്നുള്ളത്. ആ സ്റ്റോക്ക് കൗണ്ടിങ് ലിസ്റ്റ് ചെയ്ത് അവിടെ വരും. അവിടെ നിന്ന് നമുക്ക് ഐറ്റംസിന്റെ ക്വാണ്ടിറ്റി റീഓർഡർ പോയിന്റിൽ വെച്ചിട്ട് ആഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ആൻഡ് ദെൻ നെക്സ്റ്റ് കൊടുക്കാം. നെക്സ്റ്റ് കൊടുത്തിട്ട് ഇവിടെയാണ് നമ്മൾ ഐറ്റംസ് ആഡ് ഓൺ ചെയ്യുന്നത്. അതിൽ സെലക്ട് ഐറ്റംസ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മുടെ ബുക്സിൽ എൻ്റർ ചെയ്തിട്ടുള്ള ഐറ്റംസ് ലിസ്റ്റ് ആണ് ഇവിടെ വരുന്നത്. അതിൽ സെലക്റ്റഡ് ഐറ്റത്തിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്യണം. അതിനായിട്ട് ഐറ്റംസിനെ പിക്ക് ചെയ്യാം. ഒന്ന് ടിക്ക് ഓപ്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ നമുക്കിവിടെ സെർച്ച് ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് ദെൻ ആഡ് ഐറ്റംസ് കൊടുക്കുക. ആഡ് ഐറ്റംസിൽ ഇപ്പോൾ ഒരു ഐറ്റം വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിനെ ഡിലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് ദെൻ സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇത്രയും പ്രോസസ്സാണ് നമ്മൾ വെബിൽ ചെയ്യുന്നത്. ആൻഡ് നെക്സ്റ്റ് കൗണ്ടിങ് പ്രോസസ്സ് ചെയ്യുന്നത് നമ്മുടെ മൊബൈലിലാണ്. ആ പ്രോസസ്സ് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഇത് സോഹോ ബുക്സ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് റൈറ്റ് സൈഡിൽ ബെൽ ബട്ടണിൽ നമുക്കൊരു ഇൻഡിക്കേഷൻ വന്നിട്ടുണ്ട്. അതിൽ പ്രസ് ചെയ്യുമ്പോൾ സ്റ്റോക്ക് കൗണ്ടിങ് നമ്പേഴ്സ് നമുക്ക് അസൈൻ ചെയ്തിട്ടുണ്ടെന്നുള്ളൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ആൻഡ് അതിൽ പ്രസ് ചെയ്യുക. പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ ലിസ്റ്റ് വരും ഏതൊക്കെ ഐറ്റംസിന്റെ സ്റ്റോക്ക് കൗണ്ടിങ് ആണ് നമുക്ക് ചെയ്യേണ്ടതെന്നുള്ളത്. ഇനിയും സ്റ്റോക്ക് കൗണ്ടിങ് ഇൻഡിക്കേഷൻ മാത്രമാണ് നമുക്ക് വന്നിരിക്കുന്നതെങ്കിൽ ഇവിടെ നമുക്ക് SKUന്റെ QR കോഡ് നമുക്ക് സ്കാൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം സ്കാൻ ചെയ്യുകയാണെങ്കിൽ ആ ഐറ്റം ഇവിടെ ലിസ്റ്റ് ആവും. ആ ഐറ്റത്തിൽ ക്ലിക്ക് ചെയ്തിട്ട് സ്റ്റാർട്ട് കൗണ്ടിങ് കൊടുക്കാം. സ്റ്റാർട്ട് കൗണ്ടിങ് കൊടുത്തതിന് ശേഷം നമുക്ക് ഇവിടെ ഐറ്റംസിന്റെ എൻട്രി ചെയ്യാം. എൻട്രി ചെയ്തതിന് ശേഷം
ഡൺ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സ്റ്റോക്ക് കൗണ്ടിങ് കംപ്ലീറ്റ് ചെയ്തു. ആൻഡ് ദെൻ നെക്സ്റ്റ് ഐറ്റം എടുക്കുക. സെയിം ആസ് നമ്മൾ കൗണ്ടിങ് എൻട്രി ചെയ്യുക. ആൻഡ് ദെൻ നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അസൈൻ ചെയ്തിരിക്കുന്ന ഓരോ ഐറ്റംസിനെയും നമുക്കിങ്ങനെ കൗണ്ട് ചെയ്തിട്ട് സ്റ്റോക്ക് കൗണ്ടിങ് ആണ് നടക്കുന്നത്. നമുക്ക് നെഗറ്റീവിലേക്ക് സ്റ്റോക്ക് ഡിമിനിഷിംഗിലാണെങ്കിൽ നമുക്ക് അതിലേക്ക് ഓപ്ഷൻ ചെയ്യാൻ പറ്റില്ല. ഉള്ള സ്റ്റോക്കിന്റെ കൗണ്ട് ആണ് നമ്മളിപ്പം എടുക്കുന്നത്. ഓക്കെ, നമ്മൾ 5 ഐറ്റംസ് ഓഫ് ലിസ്റ്റിൻ്റെത് സ്റ്റോക്ക് കൗണ്ടിങ് ചെയ്ത് കഴിഞ്ഞു. ആൻഡ് ദെൻ സേവ് ആൻഡ് സബ്മിറ്റ് കൊടുക്കുക. ഈ ഒരു ഐറ്റംസിന്റെ സ്റ്റോക്ക് കൗണ്ടിങ് നമ്മുടെ മൊബൈൽ വഴി നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് നമ്മൾ പ്രോസസ്സ് ചെയ്യാൻ പോകുന്നത് റീജോയിൻ ദ വെബ്. ഇനി മൊബൈലിലെ വെബ്സ് നമ്മൾ കഴിഞ്ഞു. ഇനി വെബിലാണ് ബാക്കി പ്രോസസ്സിങ് നമുക്ക് അപ്രൂവൽസ് ഒക്കെ കൊടുക്കേണ്ടത്. ഇത് നമ്മുടെ പെൻഡിങ് അപ്രൂവലിലാണ് കിടക്കുന്നത്. ഇനി അപ്രൂവൽ നമ്മൾ പുഷ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മുടെ അതോറിറ്റി ആ അപ്രൂവലിന് പെൻഡിങ് അപ്രൂവലിനെ പുഷ് ചെയ്യണം. അതിന്റെ പ്രോസസ്സ് നമുക്ക് വെബിലാണ്. അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ദെൻ നമ്മൾ വെബിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ കൊടുത്ത സ്റ്റോക്ക് കൗണ്ടിങ് യൂസേഴ്സിന്റെ ആരാണ് പെർമിറ്റ് ചെയ്തിരിക്കുന്നത്, അവിടെ പെൻഡിങ് അപ്രൂവൽ എന്ന് പറയുന്ന ഓപ്ഷനിലാണ് സ്റ്റിൽ ഇപ്പം നിൽക്കുന്നത്. ഇതിൽ നമ്മൾ കംപ്ലീറ്റഡ് ഉണ്ട്. ഇതുവരെ നമ്മൾ അപ്രൂവൽസ് ഇവിടുന്ന് പുഷ് ചെയ്തിട്ടുണ്ട്, പക്ഷേ സ്റ്റോക്ക് കൗണ്ടിങ് നടന്നിട്ടില്ല. അതാണ് ഏറ്റവും സ്റ്റാർട്ട് എന്ന് പറയാനായിട്ട് കിടന്നിരിക്കുന്നത്. ഓക്കെ, നമ്മുടെ ഇതിപ്പം ഈ പെൻഡിങ് അപ്രൂവൽ ആണ്. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇതാണ് നമ്മൾ കൗണ്ട് ചെയ്തിരിക്കുന്ന ഐറ്റംസ്. 5 ഐറ്റംസ് ആണ് നമ്മൾ കൗണ്ട് ചെയ്തത്. അതിലിവിടെ അൺമാച്ച്ഡ് എന്ന് പറഞ്ഞാണ് വന്നിരിക്കുന്നത്. അതായത് നമ്മുടെ എക്സിസ്റ്റിംഗ് ഫിസിക്കലി നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്കിന്റെ കൗണ്ടും നമ്മൾ കൗണ്ട് ചെയ്ത് എടുത്ത് നമ്മുടെ കയ്യിൽ ഇപ്പം ഉള്ളത്, അതായത് ഫിസിക്കലി സിസ്റ്റത്തിലുള്ളതും നമ്മൾ കൗണ്ട് ചെയ്തിരിക്കുന്ന സ്റ്റോക്കും തമ്മിൽ വ്യത്യാസമുണ്ട്. ആ വ്യത്യാസത്തും ഉള്ളത് കൊണ്ടാണ് ഇവിടെ അൺമാച്ച്ഡ് എന്ന് പറഞ്ഞ് കാണിക്കുന്നത്. ഇനിയും ബ്രൊക്കോളി എന്ന് പറയുന്ന ഒരു ഐറ്റത്തിന് 26 ആണ്. 26 തന്നെ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ക്വാണ്ടിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് 0യിൽ കാണിക്കുമ്പോൾ അത് മാച്ചിങ്ങിലാണ് വരുന്നത്. ഇതിപ്പോൾ അൺമാച്ച്ഡ് ആണ്. കാരണം നമ്മുടെ ഫിസിക്കൽ സ്റ്റോക്കും കൗണ്ടഡ് സ്റ്റോക്കും തമ്മിൽ, അതായത് സിസ്റ്റത്തിലുള്ള സ്റ്റോക്കും നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്കും തമ്മിൽ വ്യത്യാസം ഉള്ളത് കൊണ്ടാണ് ഇവിടെ അൺമാച്ചിങ് സ്റ്റാറ്റസിലേക്ക് വരുന്നത്. ദെൻ ഇവിടെ ആക്യുറസി ആയിട്ട് 38.2% ഉണ്ട്. ഈ ഒരു ഐറ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ സിസ്റ്റം ഫിസിക്കലി കൗണ്ട് ചെയ്തത് ഡിവൈഡഡ് ബൈ നമ്മൾ കൗണ്ട് ചെയ്തെടുത്തത്, നമ്മൾ ഫിസിക്കലി കൗണ്ട് ചെയ്തെടുത്തതും സിസ്റ്റം കൗണ്ട് ചെയ്തെടുത്തതിൻ്റെയും ആയിട്ടുള്ള ടോട്ടൽ സെമിൻ്റെ ഡിവൈഡഡ് പെർസെൻറ്റേജ് ആണ് ഇവിടെ ആക്യുറസി എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ആക്യുറസി ഓഫ് വർക്ക് എന്ന് പറയുന്നത് 38% ആണ്. ഓക്കെ, ഇവിടെ മാച്ചിങ് ആയിട്ടൊന്നും കാണിച്ചിട്ടില്ല. അൺമാച്ച്ഡ് ആയിട്ട് 5 ഐറ്റംസ് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ആൻഡ് ദെൻ ഇതിൽ ഡിഫറൻസ് വന്നിരിക്കുന്നത് എത്രയാണെന്നുള്ളതും കൂടുതലാണോ കുറവാണോ എന്നുള്ളതും നമുക്കിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ടാകും. ആൻഡ് ദെൻ റൈറ്റ് സൈഡ് കോർണറിലുള്ള സ്റ്റാർട്ട് അപ്രൂവലിൽ കൊടുക്കുക. ഈ കൗണ്ടിങ് കറക്റ്റ് ആണെങ്കിൽ സ്റ്റാർട്ട് അപ്രൂവൽ കൊടുക്കുക. ഓക്കെ, ഇനി അപ്രൂവലിൽ വരുന്ന സമയത്ത് അപ്രൂവൽ സ്റ്റാറ്റസ് നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് ഒന്ന് അപ്രൂവൽ ഉണ്ട്, ദെൻ റിജക്ഷൻ ഉണ്ട്. ഇത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്രൂവൽ കൊടുക്കാം. അപ്രൂവൽ കൊടുത്തതിന് ശേഷം അഡ്ജസ്റ്റ് ചെയ്യുന്നതിന്റെ റീസൺ എന്താണെന്ന് കൊടുക്കണം. അതായത് നമ്മൾ ഇൻവെന്ററി അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുന്നതിനുള്ള റീസൺ എന്തുകൊണ്ടാണെങ്കിൽ, അതായത് നമ്മൾ കൗണ്ട് ചെയ്ത സമയത്തുള്ള മിസ്റ്റേക്ക് കൊണ്ട് അല്ലെങ്കിൽ സ്റ്റോക്ക് ഓൺ ഫയർസ് ആണെങ്കിലും ഉള്ള റീസൺ നമുക്കിവിടെ കൊടുക്കാം. ഈവൻ റിജക്ഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ റീസൺ മെൻഷൻ ചെയ്യേണ്ടതില്ല. ഇത് ഫുള്ളി അപ്രൂവൽ ആണെന്നുണ്ടെങ്കിൽ നമ്മൾക്കിവിടെ ക്ലിക്ക് കൊടുത്തതിന് ശേഷം ഈച്ച് വൺ നമ്മൾ അപ്രൂവലിലേക്ക് ക്ലിക്ക് ചെയ്യേണ്ട. എല്ലാം അപ്രൂവൽ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ചെക്ക് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക, ബൾക്ക് അപ്രൂവൽ കൊടുക്കുക. റിജക്ഷൻ ആണെങ്കിൽ ബൾക്ക് റിജക്ഷൻ കൊടുക്കുക. ഈവൻ ബൾക്ക് അപ്രൂവൽ കൊടുക്കുക. ആൻഡ് ദെൻ നമ്മൾ ഇവിടെ അഡ്ജസ്റ്റിന്റെ റീസൺ നമ്മൾ കൊടുക്കണം. ഫസ്റ്റ് സെല്ലിൽ തന്നെ നമ്മൾ ഇൻവെന്ററി റീവാലുവേഷൻ കൊടുത്തതിന് ശേഷം കോപ്പി ടു ഓൾ കൊടുത്താൽ എല്ലാം ഓട്ടോമാറ്റിക്കലി ഫില്ലാകും. ആൻഡ് ദെൻ പ്രൊസീഡ് ടു അപ്രൂവൽ കൊടുക്കുക. ആൻഡ് ദെൻ സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇങ്ങനെയാണ് സ്റ്റോക്ക് കൗണ്ടിങ് നമ്മൾ ചെയ്യുന്നത്. സ്റ്റോക്ക് കൗണ്ടിങ് പ്രോസസ്സ് അപ്രൂവൽ കൊടുത്ത് സബ്മിറ്റ് ചെയ്തപ്പോൾ തന്നെ നമുക്ക് ഇൻവെന്ററി അഡ്ജസ്റ്റിലേക്ക് അത് ആഡ് ഓൺ ആയിട്ടുണ്ട്. ആൻഡ് ദെൻ നമ്മുടെ ഇൻവെന്ററിയിൽ വന്ന് ഇൻവെന്ററി അഡ്ജസ്റ്റ്മെന്റ് ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇൻവെന്ററി അഡ്ജസ്റ്റ്മെന്റിൽ ഈ ഒരു ഐറ്റം ലിസ്റ്റ് 5 ഐറ്റം ലിസ്റ്റ് ആഡ് ഓൺ ആയിട്ടുണ്ട്. ഓക്കെ, എക്സിസ്റ്റിംഗ് ആൻഡ് 4 ഐറ്റംസ് ആണ്. ന്യൂ കൗണ്ട് ചെയ്തപ്പം 5 ഐറ്റംസ് ലിസ്റ്റ് ആയി. എക്സിസ്റ്റിംഗ് 210 ആയിരുന്നു ആൻഡ് 205 ഐറ്റംസ് ആഡ് ഓൺ താഴ്ന്നിട്ടുണ്ട്. അപ്പം എക്സിസ്റ്റിംഗ് 210 ആയിരുന്നു, പക്ഷെ നമ്മുടെ കയ്യിൽ 205 ഉള്ളൂ. അപ്പം 5 ക്വാണ്ടിറ്റി അഡ്ജസ്റ്റഡ് ആയിട്ടാണ്, കുറയുകയാണ് ചെയ്തത്. ഓക്കെ, നമ്മുടെ കൗണ്ടിങ് മെൻഷൻ ചെയ്താൽ മതി. കൂടുതലാണോ കുറവാണോ എന്നുള്ളത് സിസ്റ്റം തന്നെ നമ്മൾ ഓട്ടോമാറ്റിക്കലി ജനറേറ്റഡ് ആയിക്കോളും. ആൻഡ് ദെൻ സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.